ഇന്ത്യ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഈ അടുത്ത കാലത്ത് DRDO വികസിപ്പിച്ച നിരവധി ആയുധങ്ങളുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ അസോൾട്ട് റൈഫിൾ തന്നെ റീപ്ലേസ് ചെയ്യാണ് AK-203 അല്ലേ? അതാണ് റേറ്റ് പുതിയതായിട്ട് വരുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ വലിയ തോതിൽ ഇപ്പോൾ D4 എന്ന് പറഞ്ഞിട്ട് ഡ്രോണിനെ ഡിറ്റക്ട് ചെയ്യാനും നശിപ്പിക്കാനും ഒക്കെ ഉള്ളത്. പിന്നെ ആകാശ് MG വരുന്നു, ബ്രഹ്മോസിന്റെ പുതിയ മിസൈൽ വരുന്നു, പുതിയ ഹൈപ്പർസോണിക് വരുന്നു. ഇത്രയേറെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന യുദ്ധഭീഷണി എന്തെങ്കിലും ഉണ്ടോ? യുദ്ധഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ, എപ്പോഴും ജാഗ്രതയോടുകൂടി മാത്രമേ ഇനി ഇന്ത്യക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ എന്നുള്ളത് അത് എപ്പോഴും നമ്മൾ പറഞ്ഞു പറഞ്ഞ് ക്ലീശേ ആയ ഒരു കാര്യമാണ്. നമുക്ക് ഇന്ത്യയുടെ ഈ പ്രതിരോധ മുന്നേറ്റങ്ങളെല്ലാം തന്നെ ലോകരാജ്യങ്ങളാകെയും വളരെ സംശയത്തോടെയും അവരും ജാഗ്രതയോടെയാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വശത്ത് പാകിസ്ഥാൻ എപ്പോഴും പ്രൊവോക്കിംഗ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മൗനമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ബംഗ്ലാദേശുണ്ട്. ബംഗ്ലാദേശിൽ എന്തെല്ലാം കുൽസിത പ്രവൃത്തികൾ ഇവരൊക്കെ കൂടെ ചെയ്തു വയ്ക്കും, അവിടെ നിന്ന് തിരിച്ചടി നമുക്ക് വരും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ പണ്ട് ചേരിചേരാ നയമാണ്, ഇപ്പോഴും ഇങ്ങനെ ചേരിചേരാ നയമാണ്. പക്ഷെ ഇനി ഇന്ത്യ പോകാൻ പോകുന്നത് ഒരു ചേരിയോട് ചേർന്നിട്ടുള്ള നയത്തിലേക്കാണ്. കാരണം അത്തരത്തിലുള്ള രീതിയിലേക്ക് കാലഘട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്സിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ആകെയും വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഇന്ത്യ ഒരു പ്രമുഖ സൈനിക ശക്തിയായിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ആയുധ എന്താ പറയുക കോപ്പുകളൊക്കെ കൂട്ടുന്നതിലൂടെ ഉയർന്നു വരികയും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ സജീവമായിട്ട് യുദ്ധം ആസന്നമാണോ, അടുത്തൊരു യുദ്ധം ആസന്നമാണോ. നമ്മളിപ്പോൾ യുക്രൈൻ വന്നപ്പോൾ പറഞ്ഞു അടുത്തത് മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള തുടക്കമാണ്. അതുപോലെ തന്നെ ഇറാനും ഹമാസും തമ്മിലുള്ള പലസ്തീൻ ആ വിഷയം വന്നപ്പോഴും നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ പോകുന്നതെല്ലാം ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ വന്ന് നിന്നതാണ് ഏതാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ളത്. അവിടെ അമേരിക്കയും കയറി അടിച്ചു. അതോടുകൂടി എല്ലാവരും ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ്. കാരണം ഒരു ചെയിനാണ്, ഇതിൽ ഒരു ചങ്ങല തകർന്നിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ഒക്കെ ചെയ്യും. ഇന്ത്യയുടെ ഈ പ്രതിരോധ തന്ത്രങ്ങൾ, അതായത് ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രതിരോധ കാര്യങ്ങളെല്ലാം കോപ്പ് കൂട്ടുമ്പോഴും ഈ പ്രതിരോധ തന്ത്രങ്ങൾക്ക് പിന്നിൽ അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ മാത്രമല്ല എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത് ചുരുക്കം. അപ്പം ആഗോള രാഷ്ട്രീയത്തിലുള്ള സംഘർഷങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിൽ ഇന്ത്യ പരസ്യമായിട്ട് ഒരു പക്ഷത്തും ചേർന്ന് നിന്നിട്ടില്ല. രണ്ട് സ്ഥലങ്ങളിലും പോയി രണ്ടുപേരുടെയും പ്രസിഡൻസിനെ കണ്ടു, രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു, എല്ലാം നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങോട്ട് പോന്നു. നമ്മുടെ നയം അവിടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ഒന്നും, അതായത് ഒരു യുദ്ധത്തിലേക്കും ആരും പോകുന്നതിനോട് ഇന്ത്യക്ക് ഒരിക്കലും താല്പര്യമില്ല. അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റഷ്യയുമായിട്ട് വമ്പൻ ഇടപാടുകൾ ഇന്ത്യ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെയൊക്കെ വമ്പൻ ഉപരോധ ഭീഷണികളെ എന്താ പറയുക തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റഷ്യയുമായിട്ടുള്ള ഡീലിൽ നമ്മൾ പോകുന്നത്. അത് ഈ എണ്ണ മാത്രമല്ല, ആയുധ ഇടപാടുകളും നമുക്ക് റഷ്യയുമായിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്ക പറയുന്ന കേട്ടിട്ട് നമുക്ക് പോയിട്ട് എന്നാ നീ പോടേക്കാ വീട്ടിൽ പോയിരി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമേരിക്കയേക്കാൾ ഒരുപക്ഷെ കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങളിൽ ഡീൽസ് ഉള്ളത് നമുക്ക് റഷ്യയുമായിട്ടായിരിക്കാം. അപ്പോൾ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലും ഗാസയിലെ നിലവിലെ സാഹചര്യത്തിലുമൊക്കെ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. പക്ഷെ ഈ നിലപാടിൽ ഒരിക്കലും നമ്മൾ പലസ്തീന് പ്രതികൂലമായിട്ടുള്ളതല്ല നമ്മുടെ നിലപാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളും നുഴഞ്ഞുകയറ്റങ്ങളും ഒക്കെ ഇസ്രായേലിന്റെ വലിയ പ്രത്യാക്രമണത്തിനൊക്കെ വഴിയൊരുക്കിയിട്ടുണ്ട്. അത് നമ്മൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ ചരിത്രപരവും സങ്കീർണവും സന്തുലിതവുമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജനതയുടെ അവകാശങ്ങൾ, അതായത് പരമ്പരാഗതമായിട്ടുള്ള പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയൊക്കെ പിന്തുണച്ചിരുന്ന ഇന്ത്യ അതേസമയം ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശത്തെ കൂടി പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് രാഷ്ട്ര പരിഹാരം, രണ്ടും രാഷ്ട്രങ്ങളായി തന്നെ പരിണമിച്ചുകൊണ്ട് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലപാട് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ. അപ്പോൾ നിലവിൽ ഗാസയിലെ സംഘർഷത്തിലാണെങ്കിൽ ഇന്ത്യ ഭീകരവാദത്തെ ശക്തമായിട്ട് അപലപിക്കുന്നുണ്ട്. കാരണം ഈ ഭീകരവാദം കൊണ്ടുള്ള തൊല്ല എന്താണെന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യക്ക് അതിന് എതിരെ പോയിട്ട് ഒരിക്കലും പക്ഷം പറയാൻ പറ്റുകയുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ പുതിയൊരു ലോകക്രമത്തിൽ സൈനിക ശേഷി നിർണായക സ്ഥാനം തന്നെയാണ്. പണ്ട് നമുക്ക് അത്രയും കേപ്പബിൾ അല്ലായിരുന്നു നമ്മൾ.
പലപ്പോഴും നമ്മുടെ അതിർത്തിയിലൊക്കെ അടി ഉണ്ടാകുമ്പോൾ തിരിച്ചടിക്കാനുള്ള ഒരു ശേഷിയില്ലാതെ നമ്മൾ റാൻ മൂളി മിണ്ടാതെ നിന്നിട്ടുണ്ട്. അടിക്കട്ടെ എന്ന് നമ്മുടെ മേജർമാരൊക്കെ വിളിച്ചു ചോദിക്കുമ്പോഴും അവരോട് പറഞ്ഞിട്ടുള്ള ഇപ്പൊ നിങ്ങൾ അനങ്ങണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പൊ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ശരി നിങ്ങൾ പോയി അടിച്ചിട്ട് വരൂ എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ പറയുന്ന ഒരു ഗവൺമെന്റ് വരുമ്പോൾ സർവീസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഓർഡറിന് കാത്തു നിൽക്കണ്ട, സൈനികർക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന ആ രീതിയുണ്ട്. മാത്രമല്ല അവർ ഫുൾ വെൽ എക്യുപ്ഡ് ആണ്. എന്തിനും പോകുന്ന സന്നാഹം അവർക്കൊപ്പമുണ്ട്. അപ്പൊ അവർക്ക് പണ്ടത്തെ അത്രയും പോലും ഭയപ്പെടേണ്ടതേ ഇല്ല. ഏത് നിമിഷവും എന്തിനും ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള എന്താ പറയുക പടക്കോപ്പുകളെല്ലാം തന്നെ നമ്മുടെ ആയുധപ്പുരയിൽ സജ്ജമാണ്. നമുക്ക് വേണേ എടുത്തു വെച്ച് അങ്ങ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ 4 ദിവസത്തെ യുദ്ധം കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോയതും. കാരണം ഇത്രയും സാധനങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ആർക്കും വിശ്വസിക്കാനും പറ്റുന്ന അതിൻ്റെയൊക്കെ ഒരു ശേഷി പല സവിശേഷതകളുമുള്ള സാധനങ്ങളാണ് എടുത്തിട്ട് പ്രയോഗിച്ചത്. ആകാശമൊക്കെ കണ്ട് സത്യത്തിൽ ട്രംപിന്റെ കിളി പോയി എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പോ ചേരാ നയത്തിൽ നിന്ന് ഇന്ത്യ ചേരുന്ന നയത്തിലേക്ക് മാറാനുള്ള ഒരു പോക്കിലേക്കാണ് പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ലോകക്രമം മാറുന്നത്. റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണത്തിനെതിരെ നാറ്റോ ഉപരോധ ഭീഷണി മുഴക്കിയപ്പോൾ അതിനെ ശക്തമായിട്ടാണ് നമ്മൾ തിരിച്ചൊരു പ്രസ്താവന ഇറക്കി നേരിട്ടത്. അപ്പൊ ഇതെല്ലാം തന്നെ മാറുന്ന ലോകക്രമത്തിൽ റഷ്യ, ഇന്ത്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു വിശാലമായ ചേരി. ഈ ചേരിയെല്ലാം തന്നെ അമേരിക്കയ്ക്കും എതിരായിരിക്കും എന്നുള്ളതാണ്. അമേരിക്കയുടെ സർവാധിപത്യത്തിനെതിരെ എല്ലാവരിലും അമർഷമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ അത് മുതലെടുക്കാൻ ഒരുപക്ഷെ ഇന്ത്യക്ക് ഈ കാലയളവിൽ കഴിയുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അറബ് രാജ്യങ്ങളും കൂടി ഈ ചേരിയിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ബ്രിക്സ് കൂട്ടായ്മയായിട്ട് പല അറബ് രാജ്യങ്ങളും സഹകരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ചേരി രൂപപ്പെടുമ്പോൾ ഇസ്രയേൽ പുറത്തും ഇറാൻ അകത്തും എന്നുള്ള സ്ഥിതി ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചത് സ്വന്തം എന്താ പറയാ തുറമുഖം തന്നെ ഇന്ത്യക്ക് വിട്ടു നൽകിയ ഇറാനെ ഒരിക്കലും ഇന്ത്യക്ക് തള്ളിപ്പറയാനായിട്ട് അവിടെ കഴിയില്ല. അതേസമയം ഉറ്റ സുഹൃത്തായിട്ടുള്ള ഇസ്രായേലിനെയും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പൊ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറുന്ന ഇന്ത്യക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള ലോകരാജ്യങ്ങൾ ഇപ്പൊ നമ്മളൊരു കൂട്ടായ്മയായിട്ട് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ തന്നെയും ഒരുപക്ഷെ ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പന്മാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആർക്കൊപ്പം ആര് ഏത് സമയത്ത് ചേരുന്നു എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അയ്യോ ചേട്ടാ എനിക്ക് നാളത്തേക്ക് ഒരു ലോഡ് ഇങ്ങോട്ട് ആയുധം അയച്ചേക്കൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ ഇന്ത്യക്ക് അവിടെ സമയമില്ല. സന്നാഹങ്ങൾ എല്ലാം സജ്ജമാക്കി തന്നെ ഇരിക്കണം. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലുള്ള കുറച്ച് ആയുധങ്ങളുണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് സേനയിലേക്ക് വന്നു ചേരുക കൂടി ചെയ്യുന്നുണ്ട്. അതും കൂടി വന്നപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ച വരുന്നത്. ഇപ്പോൾ അപ്പാച്ചെ വിമാനങ്ങളുടെ കാര്യം നമ്മൾ ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പൊ ഈ അപ്പാച്ചെ വിമാനങ്ങളിൽ 6 എണ്ണമാണ്. 6 എണ്ണത്തിൽ 3 എണ്ണം അടുത്ത ജൂലൈ 22-ന് ഹെലികോപ്റ്റർ അപ്പാച്ചെ വിമാനങ്ങൾ വരാൻ പോവുകയാണ്. ബാക്കി പിന്നാലെ വരും. 3 എണ്ണം നമുക്ക് അപ്പോഴും സജ്ജമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകം ജോധ്പൂരിൽ ഒരു സ്ക്വാഡ്രൺ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നൂതനമായിട്ടുള്ള ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ഈ പറയുന്ന AH-64E അപ്പാച്ചെ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യോമസേനയ്ക്ക് അത് വലിയൊരു കരുത്താണ്. മറ്റൊന്ന് അവാക്സ് നിരീക്ഷണ വിമാനങ്ങളാണ്. ഇതും വ്യോമസേനയുടെ കരുത്ത് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്, തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതുമാണ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണുകടി ഉണ്ടാകുന്നവർ കൂടുതലാണ് എന്ന് തന്നെ പറയണം. പിന്നെ മറ്റൊരു കാര്യം പറയുമ്പോൾ കലാഷ്നിക്കോവ് AK-203 റൈഫിളുകൾ അതും വരുന്നുണ്ട്. അപ്പൊ അത് ഉത്തർപ്രദേശിലെ അമേഠിയിൽ നമ്മുടെ രാഹുലിന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് പോലെ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിർമ്മിച്ചിട്ടുള്ള 7000 അതൊരു പങ്കുമില്ല. പക്ഷെ അവിടെ ഇത്തരം കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. രാഹുലിന്റെ പേരിൽ മാത്രമല്ല ഈ അമേഠി ഓർക്കേണ്ടത് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പൊ 7000 കലാഷ്നിക്കോവ് AK-203 റൈഫിളുകൾ കൂടി ഉടൻ സേനയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആകാശ് പ്രൈം മിസൈൽ ഇതെല്ലാം വരുമ്പോൾ നമ്മൾക്ക് ഒരു ആയുധക്കരുത്ത് കൂടുതലാണ്. ആയുധക്കരുത്ത് ഇന്ന്
ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഘാതക് എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉണ്ട്. 1000 കിലോമീറ്ററിന് അപ്പുറം പോയിട്ട് അതിന് പ്രഹരിച്ച് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം ഇന്ത്യ സസൂക്ഷ്മം ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ പറയുന്ന പോലെ എന്തിനാണ് ഇത്രയും ഇതൊക്കെ മുടക്കുന്നത്, ഇത്രയും ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് പറയുന്നത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇന്ത്യക്കെതിരെ ഒരു വിരുദ്ധ ചേരി ഉണ്ടാകും. കാരണം അമേരിക്കയ്ക്കെതിരെ ഒരു ചേരി ഉണ്ടാകുമ്പോൾ അതിന് അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന ചില ചേരികൾ ഇന്ത്യക്കെതിരെ കൂടി വരാം. ഇനി ഇതിനുള്ളിൽ തന്നെ നമുക്ക് പറ്റാത്ത രാജ്യങ്ങൾ നമുക്ക് നേരെ ഇടഞ്ഞ കൊമ്പനായിട്ട് വരാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കരുതി തന്നെ ഇരിക്കേണ്ടിയും വരും.